നമസ്കാരം. നമ്മൾ ഓരോ ദിവസവും ഓരോ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ ലിവിംഗ് റൂമിലെത്തി. ആദ്യം പ്രധാന വാതിലായിരുന്നു. അത് കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കാണാൻ പാടില്ലാത്ത കാര്യം. പിന്നെ നമ്മുടെ ലിവിംഗ് റൂമിൽ എന്തൊക്കെ ആവാം, ആയിക്കൂടാ എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബെഡ്റൂമിനെ കുറിച്ച് സംസാരിക്കാം. ബെഡ്റൂമിനെ കുറിച്ച് നമുക്ക് ബെഡ്റൂമിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നതിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ഷാജി നായർ, സൂര്യദേവ മഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഒക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും. ഞാൻ പുറത്തും എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട് വഴി, വീട്ടിൻ്റെ പരിസരം വഴി വരുമ്പോൾ ഇറങ്ങി നോക്കി പ്രശ്ന പരിഹാരം ചെയ്തു തരാം. കാരണം ഇതിനകത്ത് ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത്. ഒരു രീതിയിലും വീടിനെ ഇടിച്ചു നിർത്തോ കേടുപാടുകളോ ഒന്നും വരുത്താതെയാണ് നമ്മൾ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്ത് തരും. അപ്പം വിഷയത്തിലോട്ട് എടുക്കാം. ബെഡ്റൂമിൽ പാടില്ലാത്ത, ഒരിക്കലും ബെഡ്റൂമിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത 3 വസ്തുക്കളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്, നമ്മൾ സാധാരണ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സുകൾ നമ്മൾ കൊണ്ടുവന്ന് ബെഡ്റൂമിനകത്ത് ഊരി എവിടെയെങ്കിലും ഒരു സൈഡിലോട്ട് ഇടാറ് പതിവാണ് അല്ലേ? നോർമലി അങ്ങനെ ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം കോവിഡ് ടൈമിലൊക്കെ നമുക്കറിയാമല്ലോ, പുറത്തുനിന്ന് വരുന്ന ആ ഡ്രസ്സ് തന്നെ നമ്മൾ ഊരി പുറത്തിട്ട ശേഷമാണ് നമ്മളത് ബെഡ്റൂമിനകത്ത് കയറുന്നത് തന്നെ. അപ്പം ഒരു കാരണവശാലും നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ബെഡ്റൂമിനകത്ത് ഇടരുത്. വേസ്റ്റ് കൊണ്ട് ഇടരുത്. ഈ ഊരി മാറ്റുന്നതൊക്കെ ബെഡ്റൂമിൽ ചെയ്യാം, എന്നാലും വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മൾ ആ ബെഡ്റൂമിൻ്റെ സൈഡിൽ കൂന കൂട്ടിയിടരുത്. അതായത് ബെഡ്റൂമിനകത്ത് പഴയ തുണികൾ, മീൻസ് ധരിച്ച് അലക്കാനുള്ള തുണികളൊന്നും വാരിക്കൂട്ടി ഇടാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്, സാധാരണ എല്ലാവരും ബെഡ്റൂമിലാണ് വലിയ മിററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് മുഖം നോക്കുവാനും ഇറങ്ങിയാൽ ഡ്രസ്സിങ് ടേബിളൊക്കെ നമുക്ക് ബെഡ്റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാറുണ്ട്. അങ്ങനെ ബെഡ്റൂമിൽ ബെഡ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കാരണവശാലും മിറർ പാടില്ല. മിററിനെ കുറിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. കാരണം മിററുണ്ട്, നമുക്ക് ഉപയോഗമുണ്ട്, എന്നാൽ അത് ഉപദ്രവമുണ്ട്. അപ്പം ഒരു കാരണവശാലും കിടക്കുന്ന ബെഡ്, നമ്മൾ കിടക്കുമ്പോൾ ഒരിക്കലും മിറർ കാണരുത്, അത് റിഫ്ലക്റ്റ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വലിയ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ്, എന്നാൽ ഉപേക്ഷിച്ചേ മതിയാവും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ബെഡ്റൂമിനകത്ത് വെള്ളം കുടിക്കുവാൻ കൊണ്ടുവയ്ക്കരുത്. കുടിക്കുവാനില്ല, ഒരു കാരണവശാലും ഉള്ള ജലസാന്നിധ്യം, ജലത്തിൻ്റെ പിക്ചർ പോലും ബെഡ്റൂമിനകത്ത് വയ്ക്കാൻ പാടില്ല. ഇത് 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ വെള്ളത്തിൻ്റെ പിക്ചർ നമ്മുടെ ബെഡ്റൂമിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഐക്യത നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുടുംബ ഐക്യതയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ. അപ്പോൾ കുടുംബത്തിൻ്റെ ഐക്യത നഷ്ടപ്പെടുവാനുള്ള ഏറ്റവും ഇതാണ് നമ്മൾ ബെഡ്റൂമിൽ കുടിക്കാൻ വെള്ളം കൊണ്ട് വയ്ക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ പുറത്തോട്ട് വെച്ച് ഡൈനിങ് ടേബിളൊക്കെ കൊണ്ട് വച്ചേക്കുമോ, അത് കഴിഞ്ഞ് നമുക്ക് വന്ന് പുറത്തുനിന്ന് കുടിച്ചിട്ട് അകത്ത് കൊണ്ട് വയ്ക്കും, കയറി കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചോണ്ട്. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ഓരോ എപ്പിസോഡായിട്ട് പറഞ്ഞുതരാം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള ബെഡ്റൂം വളരെ നെഗറ്റീവാണ്. ബെഡ്റൂമിനകത്ത് നമുക്ക് കൂടിപ്പോയാൽ ഒരു ബെഡ്, ഒരു ടേബിൾ, ഒരു കബോർഡ്, ഈ ഒരു 3 ഐറ്റം, ടേബിൾ തന്നെ ഇടണമെന്ന് നിർബന്ധമല്ല, ഒരു ബെഡും ഒരു കബോർഡും മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45% സ്വന്തം വീട്ടിലെ ബെഡ്റൂമാണ്. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. ബെഡ്റൂമിനകത്ത് കയറുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂമിനകത്ത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ഐറ്റങ്ങൾ ആ റൂമിനകത്ത് ഉണ്ടാവും, ഉറപ്പാണ്. നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ബെഡ്റൂം വരേണ്ടത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് വേണം നമ്മൾ തലവെച്ച് കിടക്കേണ്ടത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ബെഡ്റൂമിനകത്ത് നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഒരു അലസതയും മടിയൊക്കെ തോന്നണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിച്ചോളൂ. ഒന്നുകിൽ നമ്മൾ തലവെച്ച് കിടന്ന പൊസിഷൻ ശരിയല്ല, അല്ലെങ്കിൽ ആ ബെഡ്റൂമിനകത്ത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടാവും. നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് ബൗളിനകത്ത് കുറച്ച് കല്ലുപ്പ് നിറച്ചതിന് ശേഷം ആ ബെഡിനടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിലോ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് ഈ കല്ലുപ്പിനകത്തുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വയ്ക്കുന്നവരെ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ അതിനെടുത്ത് മാറ്റി കളഞ്ഞതിന് ശേഷം പുതിയത് വീണ്ടും നിറച്ച് വയ്ക്കുക. അത് ശ്രദ്ധിക്കണം. നമുക്ക് വീട്ടിന് പുറത്ത് ഏതെങ്കിലും തെങ്ങിൻ ചുവട്ടിലോ അങ്ങനെയാണ് ആ കല്ലുപ്പ് ഉപേക്ഷിക്കേണ്ടത്. വീണ്ടും
പ്ലേറ്റ് ആ ഗ്ലാസ് ബൗൾ കഴുകിയതിന് ശേഷം അതിനകത്ത് വീണ്ടും ഉപ്പ് നിറച്ച് വയ്ക്കുക. കല്ലുപ്പ് നമുക്ക് ഏറ്റവും നല്ലതാണ്. കല്ലുപ്പ് കൊണ്ടുള്ള ഒത്തിരി ഗുണങ്ങൾ, ഒത്തിരി ഗുണങ്ങൾ കല്ലുപ്പ് കൊണ്ടുണ്ട്. അത് ഫെങ്ഷുയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കല്ലുപ്പ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബെഡ്റൂമിനകത്ത് ഒരു ബൗളിൽ കല്ലുപ്പ് നിറച്ച് വെച്ചിരിക്കുക. അതും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. ജലസാന്നിധ്യം പാടില്ല, ബെഡ്റൂമിനകത്ത് ഒരിക്കലും ജലസാന്നിധ്യം പാടില്ല. പിന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ബെഡ്റൂമാണ് ഉപയോഗിക്കണമെങ്കിൽ അത് ഡോർ എപ്പോഴും ക്ലോസ് ചെയ്തിട്ടേക്കണം. കാരണം അതിൻ്റെ ഡോർ തുറന്നിട്ടിട്ട് ഒരിക്കലും കിടന്നുറങ്ങരുത്. ഡോർ എപ്പോഴും ക്ലോസ് ചെയ്തിട്ടേക്കുക. കാരണം ഡോർ തുറന്നിട്ടിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. നമുക്ക് അസുഖങ്ങൾ കൂടുതലായിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബെഡ്റൂമിൽ പാടില്ലാത്ത 3 ഐറ്റങ്ങളുണ്ട്. ആ 3 ഐറ്റം നിങ്ങൾ ഇന്ന് തന്നെ ബെഡ്റൂമിൽ നിന്ന് ഉപേക്ഷിക്കുക. വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്, അത് ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ ബെഡ്റൂം. എല്ലാവരും മാസ്റ്റർ ബെഡ്റൂം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കന്നിമൂലയിലാണെന്ന് പറയും. ഒരു കാരണവശാലും ഈ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് കന്നിമൂലയിലുള്ള ബെഡ്റൂം ഉപയോഗിക്കാനേ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒന്നുകിൽ തെക്ക് ഭാഗത്തെ ബെഡ്റൂം ഉപയോഗിക്കാം, അല്ലെങ്കിൽ തെക്ക് കിഴക്കത്തുള്ള ബെഡ്റൂം ഉപയോഗിക്കാം, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള ബെഡ്റൂം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തുള്ള ഉപയോഗിക്കാം. വടക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂം ഒന്നും ഇവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പുതിയ വീടുകൾ നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം എവിടെ വരണമെന്നും കിച്ചൺ എവിടെ വരണമെന്നും ഇതെല്ലാം കറക്റ്റ് നോക്കി സെറ്റ് ചെയ്തെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളും. ഏതായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് മറക്കണ്ട, മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ.